രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് നേരെ അടുക്കളയിലേക്ക് ആട്ടോ ചെന്നത്. അപ്പോഴത്തേക്കും ഉമ്മ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഉച്ചക്കൊക്കെ എന്താ വേണ്ടതെന്നുള്ളത് തലേ ദിവസം തന്നെ കിടക്കാൻ നേരം എന്നോട് ചോദിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടിയത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. പച്ചക്കറികൾ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമാണ് എനിക്ക് കോവയ്ക്ക. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് വരട്ടാനുള്ള പരിപാടികൾ നോക്കുവാണ്. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി പല്ല് തേച്ചിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ വന്നാൽ ഈ ഒരു പാത്രത്തിൽ തന്നെ എനിക്ക് കഴിക്കണം കേട്ടോ. അതെന്താ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ പാത്രത്തിൽ കഴിച്ചാലേ ഒരു തൃപ്തിയും സമാധാനവും വരത്തുള്ളൂ. അപ്പോൾ രാവിലെ പുട്ടും ചെറുപയർ കറിയുമാണ്. ചെറുപയർ കറിയായിട്ടല്ല കേട്ടോ, ഒരു റോസ്റ്റ് പോലെയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ചെമ്മീൻ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. നമ്മൾ തലേ ദിവസം വാങ്ങിച്ച ചെമ്മീൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതാണ്. ഉമ്മ തുണി കഴുകുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ചെമ്മീൻ ഇരിക്കുമല്ലോ, അത് പൊളിച്ചു കൊടുത്തേക്കാന്ന്. അങ്ങനെ ഉമ്മ വേഗം ചെമ്മീൻ കറിയും കോവയ്ക്കാൻ മെഴുക്കൊക്കെ ആക്കി ഞാൻ ചോറ് കഴിച്ച്. ഉച്ച കഴിഞ്ഞിട്ട് അക്ഷയ വരെ എനിക്ക് ഉമ്മാക്കും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം വന്നതാണ് കേട്ടോ ഈ ഒരു കൊറിയർ. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയപ്പോൾ തന്നെ പൊട്ടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് തന്നെ പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. പ്ലമ്മിൻ്റെ തന്നെ വേറെ ഇൻഗ്രീഡിയൻസ് വരുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം നല്ലതായിരുന്നു. ആ സെയിം സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. കുങ്കുമപ്പൂവിൻ്റെയാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ആ സെയിം സ്മെല്ല് തന്നെയാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. കുറേ നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ലിപ് ബാമും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നല്ല മിഠായിയുടെ സ്മെല്ലാട്ടോ. ഞാൻ വിഷ്കെയറിൻ്റെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റവും തോന്നിയില്ല, അങ്ങനെ മാറ്റി വാങ്ങിച്ചതാണ്. പിന്നെ അത് ഈ ഒരു കുഞ്ഞ് പെർഫ്യൂമും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂമിൻ്റെ കുപ്പിയൊക്കെ കാലിയായി. അപ്പം കുറച്ച് ടെൻഷനായിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. കാരണം എൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നല്ലതാവണേന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഓപ്പൺ ആക്കിയത്. അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 300 ആണ് റേറ്റ് വരുന്നത്. എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പ്രൊഡക്റ്റ്.